അളിയ വഴി തെറ്റിപ്പോയിന്നാ തോന്നുന്നു. അതിനിപ്പോ എന്താ, മാപ്പ് നോക്കിയാ പോരെ. Wow, Parambancheri, it's on Ernakulam district, 10 kilometers from Muvattupura. It is a land known for its peaceful atmosphere and religious harmony. മക്കളെ, ജ്ഞാനായക്കാരായ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന പൈതൃകമാണ് കുടിയേറ്റം. 1869 മുതൽ ഉഴവൂർ, അരീക്കര, മോനിപ്പള്ളി, പുതുവേലി എന്നീ ഇടവകകളിൽ നിന്നും പറമ്പഞ്ചേരിയിലേക്ക് വന്നവരാണ് നമ്മൾ. ആദ്യകാലങ്ങളിൽ നമ്മുടെ അയൽ ഇടവകളിലാണ് കൂദാശാനുഷ്ഠാനങ്ങൾക്ക് നാം പോയിരുന്നത്. പിന്നീട് 1895 വാരപ്പട്ടി പള്ളി തുടങ്ങിയപ്പോൾ നമ്മൾ അവിടെ ഇടവക്കാരായി. 1950 മെയ് മാസം 7 വാരപ്പട്ടിപ്പള്ളിയിൽ പ്രൊഫസർ VJ ജോസഫ് കണ്ടോത്തിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ കത്തോലിക്ക മഹാജന സഭയുടെ യോഗത്തിൽ ശ്രീ AL ജോസഫ് മംഗലം കണ്ടത്തിൽ നമ്മുടെ പള്ളിയിൽ വേദപാഠം ക്ലാസ് തുടങ്ങുവാൻ തീരുമാനിച്ചു. 1950 മെയ് മാസം 21 നമ്മുടെ ഇടവകയിൽ കാവാട്ടുകുഴി മത്തായിച്ചേട്ടൻ്റെ ഭവനത്തിൽ 2 ക്ലാസുകൾ തുടങ്ങി. പിന്നീട് വേദപാഠ ക്ലാസ്സിനു വേണ്ടി പണിത കെട്ടിടം 1952 മെയ് മാസം 25 അഭിമന്യ തോമസ് തറയിൽ പിതാവ് വെഞ്ചരിച്ചു തന്നത്. പള്ളി തുടങ്ങുന്നതിന് മുൻപ് വേദപാഠം ആരംഭിച്ച കോട്ടയം രൂപതയിലെ ഒരു പള്ളിയാണ് നമ്മുടെ ഇടവക. മക്കളെ, ഇപ്പോഴും നമ്മുടെ പള്ളി നല്ല വേദപാഠ ക്ലാസ്സായി തുടരുന്നില്ലേ? അതുകൊണ്ടല്ലേ നമുക്ക് 2016 ഏറ്റവും മികച്ച സൺഡേ സ്കൂളായി തിരഞ്ഞെടുക്കപ്പെട്ടത്. വെഞ്ചരിച്ച നമ്മുടെ വേദപാഠ ക്ലാസ് കെട്ടിടത്തിൽ വിശുദ്ധ കുർബാന ചൊല്ലാൻ തോമസ് തറയിൽ പിതാവ് പിന്നീട് അനുവാദം നൽകി. 1952 ജൂൺ മാസം 1 ബഹുമാനപ്പെട്ട പൂഴിക്കുന്നേൽ മത്തായിയച്ചൻ ആദ്യ കുർബാന ഇവിടെ ചൊല്ലി. അതേ തീയതിയാണ് നമ്മുടെ കല്ലിട്ട് തിരുനാളും ഇപ്പോൾ ആചരിച്ചു വരുന്നത്. 15 ദിവസം കൂടുമ്പോൾ പിന്നീട് എല്ലാ ഞായറാഴ്ചകളിലും വിശുദ്ധ കുർബാന അർപ്പിക്കാൻ തുടങ്ങി. 1966 മുതൽ ഡിസംബർ 29, 30, 31 തീയതികളിലായി പ്രധാന തിരുനാളുകളും നമ്മൾ ആചരിച്ചു വരുന്നു. 1959 കോട്ടൂർ ജോണച്ചൻ പഴയ പള്ളിമണി പണിതത്. കൈനിക്കരപ്പാറയിൽ ജോണച്ചൻ്റെ കാലത്ത് 1963, 70 കാലഘട്ടങ്ങളിൽ ഇവിടെ സെമിത്തേരി സൗകര്യവും ആരംഭിച്ചു. 1964 മാർച്ച് 2 നമ്മുടെ ഇടവകയ്ക്ക് പിതാവ് അതിർത്തി നിശ്ചയിക്കുകയും അതിനുള്ള കൽപ്പന നൽകുകയും ചെയ്തു. 1970 ഒക്ടോബർ 15 പള്ളിയുടെ വികാരിയായി പള്ളിക്കിഴക്കേതിൽ തോമാച്ചൻ ചാർജ് എടുത്തു. 1979-85 വരെ വികാരിയായിരുന്ന തൊടുകയിൽ ഫിലിപ്പച്ചൻ്റെ കാലം ഇടവകയുടെ വളർച്ചയുടെ മുന്നേറ്റം തന്നെയായിരുന്നു. 1981 വിസിറ്റേഷൻ മഠം വന്നു. ആ വർഷം തന്നെ നഴ്സറി സ്കൂളും ആരംഭിച്ചു. 1982 രൂപതവക സെന്റ് സ്റ്റീഫൻസ് LP സ്കൂളും സ്ഥാപിതമായി. സ്കൂൾ കെട്ടിടം പണിയുന്ന കാലത്ത് ഇലഞ്ഞാലിൽ അബൂക്കായുടെ കെട്ടിടത്തിലാണ് സ്കൂൾ ആരംഭിച്ചത്. ഇത് നമ്മുടെ പറമ്പഞ്ചേരി പ്രദേശത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ ചരിത്രത്തിന്റെ സത്യമാണ്. 1993 ഓഗസ്റ്റ് മാസം 21 കൂടിയ പൊതുയോഗം പുതിയ ദേവാലയം പണിയുവാൻ തീരുമാനിച്ചു. 1994 മാർച്ച് 27 പുതിയ പള്ളിയുടെ ശിലാസ്ഥാപനം മാർ കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവ് നിർവഹിച്ചു. ബഹുമാനപ്പെട്ട അബ്രാഹം കളരിക്കലച്ചന്റെ നേതൃത്വത്തിൽ 1995 ഡിസംബർ 29 കുന്നശ്ശേരി പിതാവ് തന്നെ കൂദാശകർമ്മം നിർവഹിച്ചു. പിന്നീട് 1999 സിദ്ധൻപടിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായരുടെ നാമത്തിൽ കുരിശുപള്ളിയും ജോസ് പാട്ടക്കണ്ടത്തിലച്ചന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വൈദിക മന്ദിരം സുനിൽ പാറക്കലച്ചന്റെ സമയത്ത് പണി പൂർത്തീകരിച്ചു. ജോസ് തിറയിൽ പുത്തമ്പരയിൽ അച്ഛന്റെ സമയത്താണ് പുതിയ ഓൾട്ട്, ഷോപ്പിംഗ് കോംപ്ലക്സ്, സെന്റ് മേരീസ് ചാപ്പലിന്റെ പുനരുത്ഥാനം എന്നീ കാര്യങ്ങൾ നടന്നത്. ഇന്ന് 65 വർഷങ്ങൾ പിന്നിടുന്ന 140 ഇടവകാംഗങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഈ പറമ്പഞ്ചേരി പ്രദേശത്ത് ഇപ്പോൾ നമ്മുടെ ഇടവകയിൽ വിശ്വാസ പരിശീലന ക്ലാസുകൾ, കൂടാരയോഗങ്ങൾ, മിഷൻ ലീഗ്, KCYL, KCWA, KSS, തിരുബാലസഖ്യം, KCC എന്നീ സംഘടനകളിലെ പ്രവർത്തനങ്ങളിലൂടെ തങ്ങളുടെ വിശ്വാസ തീക്ഷ്ണതയും പാരമ്പര്യവും കൈവിടാതെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നവരാണ്. നമ്മുടെ ഇടവകയിൽ 18 സമർപ്പിതനാണുള്ളത്. ക്നായിത്തൊമ്മൻ കൊടുങ്ങല്ലൂരിൽ അന്നു കൊളുത്തിയ ദീപശിഖ തലമുറ കൈമാറി കെടാതെ നമുക്ക് സൂക്ഷിക്കാം. മരണം വരെ ജ്ഞാനായക്കാരായി നമുക്ക് ജീവിക്കാം.